സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവൻ വേണ്ടി അർപ്പിക്കപ്പെടുന്നതിന് ഞാൻ നിയോഗനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് അങ്ങയുടെ പ്രാർത്ഥന കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാനയെ കൊണ്ട് അങ്ങയുടെ കൂടെ ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യട്ടെ. സ്വർഗാധിപതി ദേവാ നിന്നുടെയാലയമതിനുൾ പൂഗീതാ ഞാൻ സിംഹാസനസവിധേ വന്ദിപ്പൂ. ലംഘനമെല്ലാം മോചിച്ചൻ പാപമശേഷം മാക്കേണം. ഞങ്ങളണയ്ക്കും നേർച്ചക നിൻ പ്രീതിക്കാകണമേ. അപ്പം വീഞ്ഞിവ കാഴ്ചയണയ്ക്കുന്നു കൈക്കൊള്ളുക. മൽക്കിസദേക്കിൻ കാഴ്ച പോലെ ബലിതു സ്വീകൃതമാകണമേ. നാഥാ നിന്നുടെ ദാനങ്ങൾക്കെല്ലാം പകരമതായി ഇന്തങ്ങിക്കായി നൽകിയിടും ഞാൻ നിൻ ഹിതമതുപോൽ അഖില ജനസവിധം ഞാനിൻ നേർച്ചകൾ നിറവേറ്റും നാഥാ. ഹാബീലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അപരാഹം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ, നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അലിവായു തരമേ ഗേനമേ. ലോകത്തിനുടെ അനവധിയാം പാപം മായ്ച്ചിടാൻ സ്വയബലിയായൊരു മിശിഹ നിൻ ബലി പോൽ ഞങ്ങളെയും കാഴ്ചയതായി തീർക്കുന്നു. ബലിതു സ്വീകൃതമാകണമേ. ആർക്കായി കാഴ്ചയർപ്പിച്ചിടുന്നോ ആയവരെ ഈ ദേവാലയ നിർമ്മിതിയിൽ പങ്കാളികളായോർ ഏവരെയും ഓർത്തിടുന്നു. ബലിതു സ്വീകൃതമാകണമേ. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ
ഞങ്ങൾക്കരുളണമേ നല്ലോർമ്മ. നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ. കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗമെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധി മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യകാമറിയാമിൽ നിന്ന് കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗ്ഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധാത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവന പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ ബന്ധിക്കപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടവനായ ഞങ്ങളുടെ മിശിഹ തമ്പുരാനെ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ദൂതൻ താനേൽക്കും സബദൻ ശാപം പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിൻ ഉപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നു ധന്യൻ. വിശുദ്ധ പൗലോസ്ലീഹ
കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും ബാറക്കുമോ. സ്ലീഹായുടെ മനസ്സുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ നീക്കമുണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളെ, കാര്യങ്ങളിൽ എന്നെയും അപ്പോളോസിനെയും ഞാൻ ഉദാഹരണമാക്കിയത് നിങ്ങളെ പ്രതിയാണ്. എഴുതപ്പെട്ടിരിക്കുന്നവയെ അത് ലംഘിക്കാതിരിക്കുവാൻ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിക്കണമെന്നും ഓരോരുത്തരുടെ പക്ഷം പിടിച്ച് മറ്റുള്ളവർക്കെതിരായ ആരും അഹംഭാവം നടിക്കരുതെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? ഇപ്പോൾ നിങ്ങളെല്ലാം തികഞ്ഞവരായെന്നോ, നിങ്ങൾ സമ്പന്നരായെന്നോ, ഞങ്ങളെ കൂടാതെ നിങ്ങൾ ഭരണം നടത്തി വരുന്നുവെന്നോ, ഞങ്ങളും പങ്കാളികളാകത്തക്ക വിധം നിങ്ങൾ ഭരിച്ചിരുന്നുവെങ്കിൽ ദൈവം അപ്പസ്തോലന്മാരായ ഞങ്ങളെ മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ ഏറ്റവും അവസാനത്തെ നിരയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും പ്രദർശന വസ്തുക്കളായി തീർന്നിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ ജ്ഞാനികൾ. ഞങ്ങൾ ബലഹീനന്മാർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ ബഹുമാനിതർ, ഞങ്ങൾ അപമാനിതർ. ഈ നിമിഷം വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും നഗ്നരായും പ്രഹരങ്ങളേറ്റും പാർപ്പിടമില്ലാതെയും കഴിയുന്നു. സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു. നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു. ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു. ഞങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിൻ്റെയും ഉച്ഛിഷ്ടം പോലെയുമായി തീർന്നിരിക്കുന്നു. ബാറക്കുമോ. നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹാ മുൻപിൽ. ബാറയ്ക്കുമോ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവേശു മിശിഹായുടെ വിസ്തേവെങ്കിലുവിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായ യേശുവിന് സ്തുതികളും നാം എല്ലാവരും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ പരസ്യ ജീവിതത്തിൻ്റെ നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. അവൻ്റെ വാക്ക് കേട്ട് പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസേ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമുക്ക് കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. യേശു അവരോട് പറഞ്ഞു,
സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റ് അത്ഭുതങ്ങളൊന്നും അവിടെ ചെയ്യുവാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ചീർത്തൂസലിലും യോഹന്നാൻ സ്നാനം നൽകാൻ മിശിഹാസ്വസ്ഥാനത്താലതു പരിപാവനമാക്കി നീരിൽ നിന്നും തീരുമ്പോൾ മാനിച്ചൊരുപോൽ അവനെയും അമ്പരവും പകലോൻ പരിമതികൾ കൂപ്പി മോകിലുകൾ സ്തുതി പാടി അവനീ ശുദ്ധീകരണാർത്ഥം വെള്ളത്തെ വാഴ്ത്തി ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അനന്തമായ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ ദനഹ തിരുനാളിന് ശേഷമുള്ള 4ാമത്തെ ഞായറാഴ്ചയിലൂടെ സഭ യാത്ര ചെയ്യുകയാണ്. ഈ യാത്രയിൽ വചനത്തിൻ്റെ പിൻബലമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗങ്ങളിൽ പ്രത്യേകമായും പരാമർശിച്ചിരിക്കുന്നത് യേശു തമ്പുരാൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്ന സംഭവമാണ്. യേശു തമ്പുരാൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ നാളുകളിൽ സ്വന്തം നാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് സിനഗോഗിൽ പഠിപ്പിക്കുവാൻ ആരംഭിക്കുമ്പോൾ അവൻ്റെ വാക്ചാതുരിയിൽ ആശ്ചര്യഭരിതരായ ഒരുപറ്റം ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇത്രയേറെ അറിവ്, ഇത്രയേറെ ബോധ്യം ഇവന് എവിടെ നിന്ന് ലഭിച്ചു? നമുക്ക് മുന്നിലായിരുന്നു കൊണ്ട് നമ്മോട് വാചാലനാകുന്ന ഇവൻ മറിയത്തിൻ്റെ മകനല്ലേ? യാക്കോബ്, യോസെ, യൂദാസ്, ശിമിയോൻ എന്നിവരുടെ സഹോദരനായ മരപ്പണിക്കാരനല്ലേ ഇവൻ? ഈദൃശമായ ചോദ്യശകലങ്ങൾ കർത്താവിൻ്റെ മുൻപിലേക്ക്, യേശുവിൻ്റെ മുൻപിലേക്ക് നിരത്തി വയ്ക്കുമ്പോൾ യേശു തമ്പുരാൻ തനിക്ക് ചുറ്റും കൂടിയിരിക്കുന്നവരോട് മറുപടി പറഞ്ഞു വെക്കുകയാണ്. സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ ഓർത്തുവെക്കേണ്ടുന്ന മനോഭാവത്തെക്കുറിച്ചാണ് തമ്പുരാൻ എന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടുന്ന മനോഭാവം എന്താണ്? ശിഷ്യത്വം എന്നത് സുഖകരമായ ഒരു വസ്തുതയല്ലെന്നും മറിച്ച് ത്യാഗത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ജീവിതമാണെന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് കടന്നു വരുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ത്യാഗത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ജീവിതയാത്രയിലൂടെ നാം നടന്നകലുമ്പോൾ തമ്പുരാൻ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന അതേ പാത അനുകരിക്കുവാൻ ഓരോ ക്രിസ്തു ശിഷ്യനും വിളിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ പാതയിൽ പ്രകാശമായി ക്രിസ്തുവിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ നമുക്ക് മുൻപിലുണ്ട്. യേശു തമ്പുരാൻ്റെ ഈ ലോക ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ പരസ്യ ജീവിതത്തിൻ്റെ നാളുകളിൽ 38 വർഷമായി ബെത്സയിദ കുളക്കരയിൽ കിടക്കുന്ന രോഗിയെ സൗഖ്യപ്പെടുത്തുന്നത് കണ്ട് ഒരുപറ്റം ആളുകൾ അവനെ വധിക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ നാം ചിന്തിക്കും, സമൂഹത്തിന് നന്മ ചെയ്യുവാൻ വേണ്ടി സ്വർഗം ചായച്ചിറങ്ങി വന്ന യേശു തമ്പുരാൻ നന്മ പ്രവർത്തികൾ ചെയ്യുമ്പോൾ, രോഗികളെ സുഖപ്പെടുത്തുമ്പോൾ
എന്തുകൊണ്ട് ഒരുപറ്റം ആളുകൾ അവനെ വധിക്കുവാൻ പരിശ്രമിക്കുന്നു? വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനത്തെ തുടർന്ന് കൂടാര തിരുനാളിൻ്റെ അവസരത്തിൽ യേശു ദേവാലയത്തിൽ പഠിപ്പിക്കുമ്പോൾ ആളുകൾ അവന് ചുറ്റും കൂടി അവനെ ബന്ധിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നല്ല ഇടയനെക്കുറിച്ചുള്ള പ്രബോധനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന അവസരത്തിൽ യേശുവിനെ ബന്ധിക്കുവാൻ അവിടെ കൂടിയിരിക്കുന്ന ഒരുപറ്റം ആളുകൾ ശ്രമിക്കുന്നുണ്ട്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 37-ാം തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെയേറെ അടയാളങ്ങൾ യേശു അവരുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടും അവർ അവനിൽ വിശ്വസിച്ചിട്ടില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഈ ലോക ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒത്തിരിയേറെ നന്മകൾ ചെയ്ത് ഈ ലോകത്തിൽ ജീവിക്കുന്ന അവസരത്തിലും നിരന്തരം തിരസ്കരണത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും വേദനയുടെയും കുറ്റപ്പെടുത്തലിൻ്റെയും നിമിഷങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ അനുയായി എന്ന നിലയിൽ, ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒറ്റപ്പെടലിൻ്റെയും തിരസ്കരണത്തിൻ്റെയും ഏകാന്തതയുടെയും വേദനയുടെയും നിമിഷങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ജീവിതയാത്രയിൽ ഈ ഏകാന്തതയുടെ നിമിഷങ്ങളിൽ, വേദനയുടെ നിമിഷങ്ങളിൽ പതറിപ്പോകാതെ ക്രിസ്തു തമ്പുരാൻ നമുക്ക് മുന്നിൽ കാട്ടിത്തന്ന ജീവിത മാതൃക അനുകരിക്കുവാൻ അവൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞു വെക്കുന്നത് പോലെ, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ അനുയായി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലും വേദനയുടെയും തിരസ്കരണത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും നിമിഷങ്ങളുണ്ടാകുമ്പോൾ ഇവയെല്ലാം തമ്പുരാൻ്റെ കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രത്യാശയോട് ജീവിച്ച് കാലഘട്ടത്തിൻ്റെ അപജയങ്ങൾക്ക്, വെല്ലുവിളികൾക്ക് മുമ്പേ തമ്പുരാൻ്റെ കരം പിടിച്ച് മുൻപോട്ട് നീങ്ങുവാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ നമുക്ക് പരിശ്രമിക്കാം. കാറും കോളും നിറഞ്ഞ ജീവിതയാത്രയിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ വേദനയുടെ നിമിഷങ്ങളിൽ, ഏകാന്തതയുടെ നിമിഷങ്ങളിൽ, തിരസ്കരണത്തിൻ്റെ നിമിഷങ്ങളിൽ തമ്പുരാൻ്റെ കുരിശിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ പുനഃക്രമീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. Barakimos tomengalos നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ സമർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച ഉണ്മയിലേക്ക് നയിച്ച ഉന്നതനും ശ്രേഷ്ഠനും പാപത്തിൻ്റെ ഇടമത്തത്തിൽ നിന്ന് വിലയേറിയ രക്തത്താൽ ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രസ്ഥാനത്തേക്ക് ഉയർത്തിയ പ്രധാനാചാര്യനുമായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുസ്സിൻ്റെ എല്ലാ നാഴികയിലും ഇടപെടാതെ സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ കാരുണ്യവാനായ കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിസ്തരഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂപമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവം തമ്പുരാനേ, നിന്റെ സ്നേഹത്തിൻ്റെ ആർദ്രതയാൽ ഞങ്ങളുടെ അസംഖ്യമായ പാപങ്ങളും
നിന്നിൽ വിശ്വസിക്കുന്ന ഈ ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനെ ദൈവതോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും പരിശുദ്ധയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചവരുടെയും ആത്മാക്കളെ അങ്ങേ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും മാതൃതയുടെയുമായ പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും ആർക്കും നീ പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത സൗജന്യമായി ഞങ്ങൾക്ക് നൽകണമേ. സമാധാനത്തെ സ്നേഹിക്കുന്നവർക്കുള്ള ശുഭകരമായ അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്വന്തം ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമയുടേനെ നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഭൂമിയിൽ നിന്ന് വഴിയായ എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ നിവാസ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണാപൂർവം നീ അർഹനാക്കി. നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമായ മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോബേന്മാരുടെയും പരിശുദ്ധനെന്ന് നിന്നെ കീർത്തിക്കുന്ന ശ്രോപ്പേന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമേ, നിനക്ക് ഞാൻ സ്തോത്രമർപ്പിക്കുന്നു. അഗ്നിമയമായ ഈ സ്ഥലത്ത് അഗ്നിജാലയുടെ സിംഹാസനത്തിന് മുൻപാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് വേണ്ടി പാപപരിഹാരവും സൃഷ്ടിക്ക് മുഴുവനും വേണ്ടി മോചനവും ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുൻപിൽ സമൃദ്ധമായ നിന്റെ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ നന്മകൾ വർഷിക്കണമേ. കടക്കാരുടെ കടപ്പത്രം കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ പരിപൂർണമായി വിസ്മരിക്കണമേ. തെറ്റിപ്പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്ന് തിരുമുൻപാകെ സമ്മേളിക്കുവാൻ ഇടയാകണമേ. കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻപിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ പരിശുദ്ധമായ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചകളിൽ നിന്റെ പരിശുദ്ധ റൂഹ പ്രസാദിക്കണമേ. അവൻ ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, അധർമ്മങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കി അനശ്വരമായ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുകുലുസ്മാൻ ലവൽമേൻ. കർത്താവങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ.
ആമീൻ. ബലഹീനനും പാപിയുമായി ദാസൻ ഏറ്റുപറയുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, ആമീൻ. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവപ്രദനായ പരിശുദ്ധ റൂഹ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോരുടെയും പരിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോരുടെയും ആത്മാക്കളിലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും മനസ്സിലും തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ ദാസന്റെ ധൂപം ശുദ്ധീകരിക്കുന്നവനാകുന്നു. ആമീൻ. ബാറയ്ക്കുമോർ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തവയുമായ സകലത്തിലെയും സൃഷ്ടാവുമായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിയും ഹേതുവായവനും മനുഷ്യനായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കും വേണ്ടി സ്വർഗ്ഗം നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്നും ശരീരയാതീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയിൽ അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ ഭദ്രപാത്രികവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മോത്തത്തോടെ പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവ്വത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനും നിബിയന്മാർ സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധമല്ല ഏകരൂഹായിലും കാതലികവും സ്ലൈകവും ഏകവും വിശുദ്ധമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപോചിതല മാമോദീസ ഒന്ന് മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവനും വരുവാനിക്ക് ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നതമാം പദവിയിലേറി ഇന്നിപ്പോൾ ആചാര്യൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. ബാറയ്ക്കുമോസ്തമൻകാലോ കർത്താവേ, സമയത്ത് സ്നേഹവും ഐക്യവും സമ്പൂർണമായ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. മറയ്ക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ശാശ്വതമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെയും ഏകപുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൃവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലിമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. മറയ്ക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സാലത്തിൻ്റെ ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് വിശികാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊന്നിച്ച് 3 പ്രാവശ്യം ഉച്ചത്തിൽ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ മോദത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവും പരിശുദ്ധവുമായ കൈകളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ അവിടുത്തെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യരായ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു. വാങ്ങി ഭക്ഷിക്കുവീൻ.
ഇത് എൻ്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായി നിലവോലം വൽമേൻ. അപ്രകാരം അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് വീഞ്ഞും വെള്ളവും കലർത്തി സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവീൻ. ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ഈ ദിവരഹസ്യങ്ങളിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എൻ്റെ മരണത്തെയും കബറടക്കത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവേനെന്ന് നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചരുളി ചെയ്തു. നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭ രക്ഷാകരമായ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന സംഭ്രമജനകമായ നിന്റെ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും ഭാവികളുമായ നിന്റെ ദാസ് നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദൈവത്തോട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാറയ്ക്കുമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശ്രൂഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളേ. ദൈവതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. പരിശുദ്ധാത്മാവ് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ ഗാസയിലെ മിശ്രത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. കർത്താവേ, തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കുകൊള്ളുന്ന എല്ലാവർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും അവർ നിത്യജീവൻ അവകാശികളാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
സോകളെ മേശ ഭരിക്കുന്നവരെ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മൊറോൻ മൊർബസേലിയോസ് ക്ലെമീസ് കാതലിക്ക ബാബയ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാർ ഷമ്മാശന്മാർ ദേറാർക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്ത്യ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും നൽകണമേ. അതിലിടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ് നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാർ സഭയിലുണ്ടാകുവാനിടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറിക്കുമോർ വിശ്വാസത്തിലും ക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും ആശ്വാസം അരുളിയവരെയും അവർക്ക് സഹായഹസ്തം നൽകുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറിക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവൻ്റെ ക്രൂരവാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. നിർദ്ദയരായ അധികാരമുള്ള ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കുമോർ ശുദ്ധിമതയും ഭാഗ്യവതയും അനുഗ്രഹീതയും നിത്യകന്യകയും ദേവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായും നിവേന്മാ സ്ലീഹന്മാ പ്രസംഗകർ ഏവങ്കേലോസ്തന്മാർ സഹൃദയന്മാർ മൗദ്യാനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ പരിപാലിച്ച് അവരുടെ അണികളിൽ ഞങ്ങളെ ചേർക്കണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കുമോർ കുറ്റമില്ലാത്തതും സ്ലൈഹികവും ഏകവും ആശ്രിത വിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. അതിൽ നിന്ന് വ്യതിചലിച്ച് ശിക്ഷാർഹനാകുന്നതിന് ഞങ്ങളെ അനുവദിക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മൾ നിന്ന് വേറിട്ട് പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും
സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം ഗ്രേലൈസോൻ എന്ന് ചൊല്ലണം. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. കർത്താവേ, ഞങ്ങളുടെ മരിച്ചുപോരെ കരുണയോട് കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ തിരുശരീരവും തിരുരക്തവും അവരുടെ അവയവങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അവൻ മുഖാന്തരം ഞങ്ങൾക്ക് മാർഗം കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്രയിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സോടാതെയും അറിവോട് അറിവ് കൂടാതെയും തിരുമുമ്പിൽ ഞങ്ങളോട് ചെയ്തു പോയിട്ടുള്ളവർക്ക് ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മരിച്ചുപോരുടെ മഹത്വങ്ങൾ മറന്ന് ഞങ്ങളെല്ലാവരെയും ക്രൈസ്തവമായ അന്ത്യത്തിന് യോഗ്യരാക്കണമേ. സർവാദരണീയവും സംഭോജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ സകലത്തിലും എന്ന പ്രകാരം ഇതിലും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനേ, നിൻ വാതിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുന്നു ദാസനാദം കുരിയലായിസോൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാറക്മോർ കുരിയലായിസോൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിയലായിസോൻ. ആവശ്യത്താൽ യാചിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിയാരെ തള്ളിടല്ലേ കുരിയലായിസോൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാറക്മോർ കുരിയലായിസോൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിയലായിസോൻ. അലിവോടു ശിക്ഷിച്ചടിയാരേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അരിശം നീക്കി കാക്കണമേ കുരിയലായിസോൻ. ബാറയ്ക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും യാചനകൾക്ക് മറുപടി അരുളുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ ഉച്ചത്തിൽ ചൊല്ലുകയും ചെയ്യുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷപ്പെടണമേ. എന്തെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും ഞങ്ങളുടേതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും സകലവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും അവിവേകങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ളവർക്കും നീ വിമോചകനായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ജനത്തിലും നിന്റെ ഏകജാതന്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുവാനായി നോക്കി പാർക്കുന്ന നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ വലത് കൈ ആവസിപ്പിച്ച് അവരെ ധാരാളമായും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ വ്യക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായ വിശുദ്ധിയും വെടുപ്പമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനല്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധനായിരിക്കും എന്നേക്കും സ്തുതി. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാം. ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരെ ഓർക്കേണം. നയവാന്മാർ പുണ്യപ്പെട്ടു രുന്ദിച്ചേകുമവർ കാശ്വാസം സ്വഗീ
മണവാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ ഓ ഹാലേലൂയ നിൻ വലഭാഗെ രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ ജനബോധകായിക പ്രകടനവും ബാരിക്കുമോ ശുഭഹുലാബോല ബ്രോവൽ റൂഹോ ഖദീശോ മിൻമൂലം വാദാമനമൂലം ഉൻ മീനാമീ ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോ ഗ്രീകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാന്തൻ പക്കലപേക്ഷയാണ് കേണം സ്തൗമൻകാലസ് കുറിയേലായിസോ വാഴ്വായി തീരണമേ മറിയാമിന്നോർമ്മ അവൾ പ്രാർത്ഥന കാത്മാവിനു കോട്ട ബാരയ്ക്കുമോ ശുഭഹുലാബോല ബ്രോവൽ റൂഹോ ഖദീശോ ദൈവാംബിക കന്യ മറിയാമിന്നായി പരിമളത്തൂപചുരുൾ വായുവിലുയരുന്നു മൊറിയോറാകെ മലനുവാദാരേ നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളർത്ഥന നീ ഏകാത്മജനോടർത്ഥിക്ക ഞങ്ങളിൽ ആർദ്രത തോന്നീടാം നയവാൻ വന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ വളരും അവൻ ലബനോന്റെ കാരകിൽ പോൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും ബാരിക്കുമോ ശുഭഹുലാബോല ബ്രോവൽ റൂഹോ ഖദീശോ മിൻമൂലം വാദാമിനമൂലം ഉൽമീനാമേ ഒരുപോലെങ്ങും യോസേഫ് വാനിലും അതുപോലെ നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനി ചോർക്കാൻ സൗമൻ കാലസ് കുറിയിലായിസോ ഭാഗ്യം നേബിയാർക്കും ഭാഗ്യം സ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനദിനെ പാരയ്ക്കുമോ ശുഭഹുലാബോല ബ്രോവൽ റൂഹോ ഖദീശോ മിശിഹായെ കാൺമാൻ സഹദേരാശിച്ചു വാളാൽ ചിറകേന്തി ഉന്നത പദമേറി മുറിയോറാകെ മേലനുവാദാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും
മായ്ച്ചിടാം. മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ഹല്ലേലൂയ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ മാറിക്കുമോ. ശുഭോല പോലും റോവൽ റൂഹോ ഖാദീശോ. മിൻമൂലം വാദാമിനോലം വൽമീനാമി. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൻ ജീവസ്വരമതുണർത്തണമേ. കബറിന്നും പറുദീസായ്ക്കായി സ്തൗമൻ ഗാലസ്കുറിയേലായിസോൻ. ഉയരേകുന്നോൻ രാജാവ് ഉയരത്തിൽ നിന്നേഴും നെല്ലി. ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരുയിരോടെഴുന്നേറ്റു. ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. പാറയ്ക്കുമോ എന്റെ ശരീരം ഭക്ഷി രക്തം പാനം ചെയ്വോൻ. പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ. എന്നും കർത്താ തന്നരുളിന്നു മഹത്വം. മുറിയോറാകെ മേലെ നൂവാദാരേ. മരമതിനുവേരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം. തൃത്വത്തെ സ്തുതി ചെയ്തോരാം മൃതരും കൈക്കൊണ്ടേണം. നാം ശബ്ദമുയർത്തി പറയണം. പിതാവും പുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറയിലേക്ക് തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷകയായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ നവീകരണത്തിനും വേണ്ടി വീണ്ടും വരുവാനിരിക്കുന്നവരുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ അങ്ങേ പരിശുദ്ധമായ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അദൃശ്യമായി നിന്റെ വലത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മോഹപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ ദൃശ്യരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാവുന്ന ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിച്ചവരിലും സംബന്ധിക്കുന്നവരിലും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കൃപ
കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയിത്തീരരുതേ. പിന്നെയോ നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ശരണം നീ ഉയർപ്പും നീ തന്നെ. കർത്താവേ, മനുഷ്യരോട് നിനക്കുള്ള സ്നേഹത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് ശക്തിയും സഹായവും ആലംബവുമായിരിക്കണമേ. ഈ ആത്മീക വിരുന്ന് വഴി സന്തുഷ്ടരായ ഞങ്ങൾക്കെല്ലാവർക്കും പുണ്യവും ഭാഗ്യാനുഭവവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങൾ തലകുനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ഞങ്ങൾക്ക് അനശ്വരമായ ഭക്ഷണമായി തരികയും ചെയ്ത സത്യപ്പമായ മിശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും കെടാത്ത അഗ്നിയിൽ നിന്നും ചാകാത്ത പുഴയിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. രോഗാർത്തന്മാർക്കേകുക സൗഖ്യം, ക്ഷീണന്മാർക്കായി ക്ഷേമം നൽകി ബലമറ്റവരെ താങ്ങിടേണമേ. ശുദ്ധുള്ളോരിൽ തൃപ്തി വരുത്തുക തിരുസമ്പത്താൽ. ദീനന്മാർക്കും ഗതിയറ്റോർക്കും ശ്രീ അരുളേണമേ. കാഴ്ചയിൽ കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പെട്ട് നല്ലവരാം
മൃദർ പുണ്യ സഹോദരങ്ങളും വാത്സല്യ ഭാചനങ്ങളുമേ, കർത്താവിൻ്റെ പരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാ ഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവേൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരുമേ, നമ്മുടെ കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിതരും പരിശുദ്ധ മാമോദീസായുടെ റൂഷ്മായാൽ മുദ്രിതരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കൃപയും കരുണയും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടു കൂടെ പോകുവീൻ. എന്നേക്കും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കുകയും ചെയ്യുവീൻ. കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദേവദാസന്മാർ ഇവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനായുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങേക്ക് ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിൻ്റെ തികവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കങ്ങ് രൂപം നൽകി. അതിനെ കരുപിടിപ്പിക്കുന്നതിനും വളർത്തി നയിക്കുന്നതിനുമായി വന്യതാതനായ മാർ ഇവാനിയോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. പാവനചരിതനും പുണ്യശ്ലോകനുമായ ഈ പിതാവിലൂടെ ശാന്തിയും സമാധാനവും സത്യത്തിൻ്റെ പ്രകാശവും അനുഭവിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഇന്ന് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നുവല്ലോ. ആ പുണ്യതാതിൻ്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിൻ്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധൻ്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി അങ്ങേ ദാസന്മാർ ഇവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷണമേ. ഇതെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിന്റെ കടങ്ങള ശേഷം നിൻ കൃപയാൽ മായിച്ചിടണമേ. എൻ പാപങ്ങളെയും നീക്കി പുണ്യമെനിക്ക് കീടണമേ. രക്ഷകമിശിഹായ രാജാവേ, തിരുരഹസ്യം പൂജിച്ചതിനാൽ നിൻ പ്രിയ സിദ്ധന്മാരൊപ്പം നിൻ സ്നേഹിതനാക്കണമെന്നേ. കർത്താവേ, നിന്നോട്
രാജ്യമതാകും സ്വർഗത്തിൽ ഇപ്പോഴുമേ നീക്കും നിന്നെ ഞാൻ ശുശ്രൂഷിക്കും. നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാദ്രതയെ പാതകനിലുമുണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ, കൃപയൻ മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക മടിയനതാം എന്മേൽ കൃപയുണ്ടാകണമേ. ഈ കുർബാനയണച്ചുള്ളോ രിപ്പട്ടക്കാരന്മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. ക്രിയലായിസോൻ ക്രിയലായിസോൻ ക്രിയലായിസോൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരവണ്ണി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതി. പാറയ്ക്കുമോ